അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറിനെ CPIM സ്ഥാനാർത്ഥിയാക്കാൻ ആലോചന നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പിൽ വി.എസ്. ഫാക്ടർ ഇത്തവണയും ഒരു ചർച്ചാ വിഷയമാക്കാൻ അരുൺകുമാർ മത്സരിച്ചാൽ സാധിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വി.എസിന്റെ ജന്മനാടായ ആലപ്പുഴയിലെ കായംകുളത്തേക്കാണ് അരുൺകുമാറിനെ പ്രധാനമായും പരിഗണിക്കുന്നത്. വി.എസ്. അവസാനം MLA ആയിരുന്ന പാലക്കാട്ടെ മലമ്പുഴ മണ്ഡലവും പരിഗണനയിലുണ്ട്. വി.എസ്. അച്യുതാനന്ദന് പാർട്ടിക്ക് ഉപരിയായി ഉണ്ടായിരുന്ന ജനപിന്തുണ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കായംകുളത്താണ് അരുൺകുമാറിന് പ്രാഥമിക പരിഗണന. പ്രതിഭ അവിടെ 2 തവണ MLA ആയതിനാൽ ഇളവ് നൽകിയാലേ ഇനി അവർക്ക് അവിടെ മത്സരിക്കാനാകും. 2001 മുതൽ 2016 വരെ മലമ്പുഴയിൽ നിന്നാണ് വി.എസ്. അച്യുതാനന്ദൻ നിയമസഭയിലേക്ക് എത്തിയത്. എന്നാൽ ചർച്ചയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിവില്ലെന്നും പാർട്ടിയല്ലേ അതൊക്കെ തീരുമാനിക്കേണ്ടതെന്നുമാണ് വി.എ. അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ലെങ്കിലും നേതൃതലത്തിൽ അനൌദ്യോഗിക ചർച്ചകൾ പലതും നടക്കുന്നുമുണ്ട്. അരുൺകുമാർ ഇപ്പോൾ IHRD അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ജോലി ചെയ്യുന്നത്. കൂടാതെ ഇദ്ദേഹത്തിന് ഡയറക്ടറുടെ താൽക്കാലിക ചുമതലയും നൽകിയിട്ടുണ്ട്. ഒരു ഉയർന്ന പദവി ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അരുൺകുമാറിന് ആ ജോലി രാജിവെക്കേണ്ടി വരും. പാർട്ടി അംഗമല്ലെങ്കിലും അരുൺകുമാറിനെ മത്സരിപ്പിക്കുന്നതിൽ തടസ്സങ്ങൾ ഒന്നുമില്ല. അരുൺകുമാർ മത്സരിച്ചാൽ വി.എസ്. ഇഫക്റ്റ് പ്രതിഫലിക്കുമെന്നാണ് പാർട്ടി കണക്കാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടായ ക്ഷീണം ഇത്തരം തീരുമാനങ്ങളിലൂടെ മറികടക്കാൻ ആകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതേപോലെ BJPയിലും ഗൗരവതരമായ ഇലക്ഷൻ ചർച്ചകൾ നടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും. കോട്ടയം ജില്ലയിലെ BJPക്ക് സ്വാധീനമുള്ള കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രിയെ കളത്തിലിറക്കി വിജയം ഉറപ്പുവരുത്താനാണ് നീക്കം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് 30,000-ലധികം വോട്ടുകൾ ലഭിച്ചൊരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് വിവരം. 15ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കും. തിരുവനന്തപുരം സെൻട്രലിൽ കൃഷ്ണകുമാറിനും കരമന ജയനുമാണ് സാധ്യത. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V. മുരളീധരനും വട്ടിയൂർക്കാവ് R. ശ്രീലേഖയും മത്സരിച്ചേക്കും. തിരുവല്ലയിൽ അനൂപ് ആന്റണിയും പാലായിൽ ഷോൺ ജോർജും മത്സരിക്കാനാണ് സാധ്യത. അതേപോലെ കോൺഗ്രസിലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ ഇനി മത്സരിക്കാൻ ഇല്ലെന്ന നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലെന്ന് പറയുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് നിന്നും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ താൻ വിട പറഞ്ഞതാണ്. പിന്നീട് പല സന്ദർഭങ്ങളിലും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടായെങ്കിലും നന്ദിപൂർവ്വം അതൊക്കെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ആ നിലപാടിന് ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫേസ്ബുക്കിലെ കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കം സജീവമാക്കുന്നതിനിടെ അഴിയൂരിൽ മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ചില പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. അഴിയൂർ, മുക്കാലി, കുഞ്ഞിപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് മുല്ലപ്പള്ളി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പോസ്റ്ററുകൾ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. 2 തവണ കേന്ദ്രമന്ത്രിയും 7 തവണ MP-യുമായ 82-കാരനായ മുല്ലപ്പള്ളി ഇനി വിശ്രമ ജീവിതം നയിക്കട്ടെ എന്നാണ് സേവ് കോൺഗ്രസിന്റെ പേരിലുള്ള ആ പോസ്റ്ററിൽ പറയുന്നത്.